പല വീടുകളും വളർത്തുനായകളൊക്കെ ഉണ്ട്, വളർത്തുമൃഗങ്ങളൊക്കെ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവയെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മളങ്ങ് ഉപേക്ഷിച്ച് കളയുന്ന ഒരു പ്രവണത പലയിടത്തും കണ്ടുവരുന്നു. അത് സങ്കടകരമാണ്. അതാ ഇപ്പോൾ പത്തനംതിട്ട കൈപ്പറ്റൂരിന് സമീപത്താണ് ആ ചങ്ങലയോടുകൂടി തന്നെ ഒരു നായയെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശരീരത്തിൽ മുറിവുണ്ട്, ആ മുറിവാണ് ഈ പുഴുവരിക്കുന്ന നിലയിലാണ്. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ, അതായത് എന്തോ ഉപയോഗം കഴിഞ്ഞു കൊണ്ട് കളയുന്നു എന്ന നിലയ്ക്കാണ് ആ നായയെ കണ്ടെത്തുന്നത്. ആനിമൽ റെസ്ക്യൂ ടീമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അതിനെ സുരക്ഷിതമായി കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇന്നലെ തുമ്പോണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നൊരു ഗ്രേറ്റ് ഡെയിൻ ഡോഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് ഫുള്ള് മുറിവും അതുപോലെ എൻ്റെ മലമൂത്ര വിസർജനം നടത്തുന്ന ആ ഭാഗത്തുള്ള വെയിൻസൊക്കെ പുഴുവുന്ന അവസ്ഥയിലേക്കാണ്. പിറകിലൊരു കൈ വേലും കടത്താൻ പറ്റുന്ന അത്ര വലിപ്പത്തിലാണ് അതിൻ്റെ മുറിവ്. അത്യാവശ്യം ആൾ റിക്കവറായി വരുന്നെന്ന് പറയാം. പത്തനംതിട്ടയുള്ള ഓമല്ലൂര് പോസിറ്റീവ് എന്ന് പറഞ്ഞ പെറ്റ് ക്ലിനിക്കിലാണ് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അത്യാവശ്യം ഫുഡ് കഴിച്ചു തുടങ്ങി. ശരി, CK അഭിലാൽ നമുക്കൊപ്പം ഉണ്ട്. അഭിലാൽ, ഇത് നമ്മളാ ഒരു സമയത്ത് വല്ലാതെ ഈ നായ ആക്രമണങ്ങളൊക്കെ അത് വാർത്തകളായി നിന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പലയിടങ്ങളിൽ നിന്നും മുന്തിയ ഇനം അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ നായ്ക്കളെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവയുടെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു സംരക്ഷകൻ എന്ന നിലയ്ക്കുള്ള ഒരു ദൗത്യമൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു പ്രവണതയുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിപത്രമാണ്. കഷ്ടമാണ്. ഇത് ആരുടെയാണെന്നൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു? അങ്ങനെയാണെങ്കിൽ അവരോട് കൃത്യമായി ഈ കാര്യങ്ങൾ പറയുകയും കൂടെ ചെയ്യേണ്ടതാണല്ലേ? മൃഗങ്ങളോടുള്ള ക്രൂരത എന്നുള്ള വിഭാഗത്തിൽ തന്നെ പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള ഗ്രേറ്റ് ഡെയിൻ ഇനത്തിൽപ്പെട്ട നായയാണ്. ആരോ വളരെ കരുതലോടുകൂടി ആദ്യഘട്ടത്തിൽ വളർത്തുകയും പിന്നീട് ആരോഗ്യപരമായ പ്രശ്നങ്ങളും മുറിവുണങ്ങാത്തതൊക്കെ തന്നെ കാരണം രാത്രിയിൽ വഴിവക്കൽ കൊണ്ട് ഉപേക്ഷിച്ചു പോയതാണ് എന്നാണ് കരുതുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് പത്തനംതിട്ട പന്തളം റോഡിൽ കൈപ്പറ്റൂരിനും പരിമല കുരിശടിക്കും ഇടയിലുള്ള ഭാഗത്ത് റോഡിൽ ഈ നായയെ ചങ്ങല സഹിതം കാണുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് തുടൽ പൊട്ടിച്ചു വന്നതാകാം എന്നുള്ള സംശയമാണ് നാട്ടുകാരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൻ്റെ ശരീരത്തിലെ മുറിവും അത് ഉണങ്ങാത്ത അവസ്ഥയൊക്കെ കണ്ടപ്പോൾ അതല്ല, കാരണം രാത്രിയിൽ തന്നെ കൊണ്ടുവന്ന് ഇതിനെ ഉപേക്ഷിച്ച് പോയതാണ് എന്ന് സംശയിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് മാതൃഭൂമി ദിനപത്രത്തിലാണ് തൊട്ടടുത്ത ദിവസത്തെ സംബന്ധിച്ച വാർത്ത വന്നത്. അത് കണ്ട് ആണ് ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ വിഷയത്തിൽ ഇടപെടുന്നത്. അവർ ഇന്നലെ അവിടെ എത്തി നായയെ വാഹനത്തിൽ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ വെറ്റിനറി ആശുപത്രിയിലെത്തി ചികിത്സകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. പൂർണ്ണ തോതിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ ഏറെ ദിവസം വേണ്ടിവരും. എന്തായാലും ജീവൻ നിലനിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പൂർണ്ണ തോതിൽ അത് ഫലപ്രാപ്തിയിൽ എത്തുമോ എന്നത് സംശയകരമാണ്. കാരണം ഏറെ ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു. അപ്പോൾ തന്നെ പിൻഭാഗത്തെ മുറിവുകളിലൊക്കെ തന്നെ പുഴുവരിച്ചിരുന്നു. അങ്ങനെ അഭിലാലെ, ഇത് കണ്ടപ്പോഴാണ് നമ്മൾ കുറച്ച് ആളുകൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തൊരു വാർത്ത. അവിടെ വളർത്തുനായ്ക്കൾക്ക് വേണ്ടി ഒരു ശ്മശാനം തന്നെ ഒരുക്കി അവിടെ നിറകണ്ണുകളോടെ ആളുകൾ എത്തുന്ന കാഴ്ച കണ്ടിരുന്നു. ആ സമയത്താണ് ഇതേപോലെ വഴിയിൽ ഉപേക്ഷിച്ച് കളയുന്നവർ. അപ്പോൾ ആ ചെയ്തവർ തെറ്റ് മനസ്സിലാക്കുക, അതിനെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ കൂടെ സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്നേ നമുക്ക് പറയാൻ കഴിയൂ.